തലസ്ഥാനത്തെ ഞെട്ടിച്ച് വീണ്ടും കൊലപാതകം. തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിൽ അനിൽ എന്ന SP അനിലിനെ വെട്ടിക്കൊലപ്പെടുത്തി. രാത്രി 11ഓടെയാണ് സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ ജീവനാണ് അനിയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ ഒളിവിലാണ്. ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് കൊലയെന്ന സൂചനയാണ് വരുന്നത്. രണ്ടാഴ്ചക്കിടെ മൂന്നാമത്തെ കൊലപാതകമാണ് ഉണ്ടായത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാഴ്ചക്കിടെ 3 കൊലപാതകം, അതും തലസ്ഥാന നഗരിയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഈ കേസിൽ കൊല്ലപ്പെട്ട അനിലും പ്രതിയായ ജീവനും തമ്മിൽ വർഷങ്ങളുടെ കുടിപ്പകയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1.5 വർഷം മുൻപ് ജീവന്റെ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട അനിൽ. ആ സമയത്ത് ജീവന്റെ പിതാവിനും ജീവന്റെ സഹോദരിക്കും അടക്കം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള കുടിപ്പക നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം 11 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. 11 മണിയോടുകൂടി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സമീപത്ത് വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത്. ജീവന് നേരെ ആക്രമിച്ച് ജീവനെ പരിക്കേൽപ്പിച്ച് ഈ റോഡ് സൈഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തലയ്ക്കും ശരീരമാസകലവും ഗുരുതരമായി വെട്ടേറ്റിരുന്നു. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ജീവന് മറ്റാരെങ്കിലും സഹായിയായി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കുടിപ്പക കേസുകളുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ചക്കിടെ ഇത് 3ാമത്തെ കൊലപാതകമാണ്. കരമനയിൽ അനന്തുവിന്റെ കൊലപാതകത്തിന് ശേഷം ശ്രീവരാഹത്ത് ശ്യാമിനെയും കൊല നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അനിലിന്റെ കൊലപാതകവും നടത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് CI SI റാങ്കിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരുവനന്തപുരത്തിലെ എല്ലാ ജില്ലകളിലും സ്ഥലം മാറ്റിയിരുന്നു. ഇത്തരത്തിൽ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഈ സ്ഥലം മാറ്റം ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഒരു വീഴ്ച വന്നു എന്നുള്ള ഒരു നിഗമനവും രാഷ്ട്രീയ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രേണുക. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.